മൈക്കിനെ പിടിച്ച് പറഞ്ഞു തീർന്നില്ല ഒടുക്കത്തൊക്കെ ഇതാ മാനിനെ കണ്ടിട്ടില്ല എന്നൊരു പരാതി വേണ്ട. മാനുണ്ട് അവിടെ എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇതാ എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട് മാനുകൾ, നല്ല മാനുകൾ കണ്ട. മാൻ പോയി എടുത്തോണ്ട് പോടാ. ഓ ഹിരൺ എന്ന് പറഞ്ഞ WB വെസ്റ്റ് ബംഗാൾ വണ്ടിയാണ്. ഈ മാനിന്റെ ഹിന്ദി പേരാണോ ഹിരണ്? ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഉണ്ടോ ആ കർണാടക വണ്ടി ഞാൻ വിട്ട്. അയ്യോ താത്തിട്ട് തന്നെ ഇല്ലല്ലേ പുള്ളി. വണ്ടി നമ്പർ നോക്കട്ടെ. നമ്മളിപ്പോൾ പയ്യന്നൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോവുകയാണ്. പയ്യന്നൂരിൽ നിന്ന് വിട്ടു, പക്ഷേ ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് തന്നെയാണ്. വിടാനും കുറേ ലേറ്റായി. ഇപ്പോൾ എത്ര 11 മണിയാവാനായി. ഫുൾ ബ്ലോക്ക് തന്നെയാണ് ഹൈവേൻ്റെ വണ്ടിയും. കുറച്ച് സമയം നല്ല റോഡ് കിട്ടുന്നു, പിന്നെയും ഇതുപോലുള്ള ഇതാണ് സൈഡിലേക്കുള്ള റോഡുകളാണ്. എന്താ പറയുക, സർവീസ് റോഡുകൾ. പെട്രോൾ പമ്പൊന്നും വിചാരിച്ച പോലെ കിട്ടുന്നില്ല. പയ്യന്നൂരിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത് കണ്ടോ ഇപ്പോൾ ഈ പെട്രോൾ പമ്പ് ഉള്ളിലാണ്. ഇപ്പോൾ ഈ പെട്രോൾ പമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ലെഫ്റ്റ് കയറി പോകണം. ഒരു പെട്രോൾ പമ്പിൻ്റെ ബോർഡ് കാണുന്നില്ലേ, ഇതുവഴി കയറി പോകണം. ഇതാണ് നമ്മളെ ജോൺസൺ ചേട്ടൻ്റെ പവർ പോയിന്റ്. ജോൺസൺ ചേട്ടൻ്റെ ഇലക്ട്രിക്കൽ ഷോപ്പ്. നല്ല വർക്കാണ് അവിടെ. കാർ ഇലക്ട്രിക്കൽ വർക്കൊക്കെ നല്ല വർക്കാണ്. ധൈര്യമായിട്ട് വണ്ടി അവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളതുപോലത്തെ ഒരു ഇയോണല്ലേ പോകുന്നത്. ഡ്രൈവർ വണ്ടിക്ക് സ്പീഡ് വരാ. KL 60K, നമ്മളത് KL 60G. ABCDFGHIJK, GHIJK. അപ്പോൾ നമ്മളൊക്കെനെക്കാട്ടി പുതിയ വണ്ടിയാണല്ലത്. അപ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിന് സ്പീഡ് കൂടുതൽ. നേരെ കാണുന്നതാണ് പരിയാരം മെഡിക്കൽ അല്ലേ? നേരെ കാണുന്നതാണ് പരിയാരം മെഡിക്കൽ കോളേജ് അല്ലേ? അല്ലേ സോറി പരിയാരം മെഡിക്കൽ കോളേജ് എത്തണം അത്രേ. ചെറുതായിട്ടൊന്ന് വഴുതിറ്റിപ്പോയി. ഈ റോഡൊക്കെ വന്നതിന് ശേഷം നമുക്കിപ്പോൾ പൊതുവേ ഒന്നും മനസ്സിലാവുന്നില്ല, എവിടെ നിന്നാണ് ഇറങ്ങേണ്ടത്. ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ ബസ് സ്റ്റോപ്പ് കൺഫ്യൂഷനായി ഇപ്പോൾ. ഇതാണോ ഈ ബസ് സ്റ്റോപ്പ്, അതാണോ ഈ ബസ് സ്റ്റോപ്പ് എന്നുള്ള. കണ്ടോ ഈ വണ്ടിയൊക്കെ ഉണ്ട്. ഈ വണ്ടിക്ക് ബാക്കിൽ നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. ഇവർ ഹൈവേൻ്റെ പണി നടക്കുന്ന വണ്ടിയായിരിക്കും, പക്ഷെ ഒരു നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. അങ്ങനെ മെല്ലനാ നോക്കി ഇറക്കിയാൽ മതി. അയ്യോ ഡ്രൈവിങ്ങിനെ കുറ്റം പറഞ്ഞല്ലോ, അഭിപ്രായം പറഞ്ഞല്ലേ. ഇതാ മാരുതിൻ്റെ മറ്റേ യാർഡ്. ഇതിൽ നിന്നാണ് ആരെങ്കിലും വണ്ടി ഓർഡർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വാഷ് ചെയ്ത് അവർ തരുന്നതാണെന്ന് തോന്നുന്നു. അല്ല തുള്ളു അത് കണ്ടോ, ഞാൻ പറഞ്ഞേ. അയ്യോ തോപ്പിക്കാൻ പറ്റിയില്ല. അതിനെ കടപ്പെട്ട് അവൻ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. അവൻ്റെ ഭാഗ്യം. ഇപ്പം ശരി. ഇപ്പോൾ നേരെ കാണുന്നതാണ് പരിയാരം മെഡിക്കൽ കോളേജ്. സോറി, ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് അല്ലല്ലേ, ഇപ്പോൾ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആക്കി അറിഞ്ഞില്ലേ? കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ചിലപ്പോൾ ദൂരത്ത് കണ്ടത് ഇത് തന്നെ ആയിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് പണ്ടൊന്നും ഇവിടെ ആരും കൊണ്ടുവരാൻ വലിയ ധൈര്യമൊന്നും ഉണ്ടാവാറില്ല. കാരണം പൊതുവേ ഒരു ചീത്തപ്പേരുണ്ട്, ഇവിടെ കൊണ്ടുവന്നാൽ ആൾക്കാരെ അത്ര നല്ല ചികിത്സ കിട്ടുന്നില്ല എന്നൊക്കെയില്ലേ. കുറ്റല്ല, നമ്മൾ അഭിപ്രായമല്ലേ പറഞ്ഞിനി. എന്നാൽ പോട്ടെ, ഒന്നും പറയുന്നില്ല. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ കുറേ കാലങ്ങളായി ഇങ്ങോട്ട് വരാത്തത്.
അപ്പോൾ നമ്മൾ ബാംഗ്ലൂരേക്കാണ് പോകുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി ഫസ്റ്റ് തന്നെ. പറഞ്ഞിനാ പയ്യന്നൂർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ. ആദ്യം ഈ ഒരു റോഡിൽ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇവിടുന്ന് തെറ്റുക, ഇവിടുന്ന് ചിറവക്കുന്ന് തളിപ്പറമ്പ് നിന്ന് അവിടെ തെറ്റിക്കഴിഞ്ഞാൽ ഈ റോഡ് പണീൻ്റെ ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ റോഡ് അവിടെ നിന്ന് റോഡ് മോശമില്ല. നമ്മളെ മാക്കൂട്ടം കർണാടക വെച്ചിട്ടേ കുറച്ച് മോശമുള്ളൂ. റൈഡേഴ്സ് ആണല്ലോ. ഓക്കെ, ഏതാ വണ്ടി? എല്ലാം നമ്മളെ പിള്ളേരാണല്ലോ. കർണാടക. മറ്റേ വണ്ടിയുണ്ട്, ആ ഫ്രണ്ടിൽ നല്ല പഴക്കമുള്ള വണ്ടിയുണ്ട്, CKN 268. ഒരു ഡ്യൂക്ക്. മറ്റേത് ഏതാ? RX100. അവൻ ഇവൻ്റെ കൂടെ ഇല്ലതല്ലേ? അതെ, ഇവന്മാരെന്താ തിത്ത കളിക്കുന്നത്? ഓ, ഇത് ട്രയംഫിൻ്റെ ഏതോ വണ്ടിയാണ് എൻ്റെ ഫ്രണ്ടിലുണ്ടായത്. കൊള്ളാം, വണ്ടി കൊള്ളാം. അപ്പോൾ നമ്മൾ പരിയാരവും കഴിഞ്ഞു, ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓടി ഓടി തളിപ്പറമ്പ് എത്താനായി. കുപ്പും പാലമൊക്കെ കഴിഞ്ഞു. ഈ ചെറിയ കയറ്റം കയറി കഴിഞ്ഞാൽ തളിപ്പറമ്പെത്തണ്ട, ടൗണെത്തണ്ട, ചിറവക്കുന്ന് തന്നെ തെറ്റാ നമുക്ക്. ഇതാ ഹൈവേ ഇൻ ടൂറിസ്റ്റ് ഹോം. കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. പക്ഷേ ഇടയ്ക്ക് വലിയ രസമൊന്നുമില്ല, പക്ഷെ എന്നാൽ ഇടയ്ക്ക് കുഴപ്പമില്ലാത്ത ഭക്ഷണം കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മതി. ഇപ്പോൾ നേരെ പോയ തളിപ്പറമ്പ്. ഇതിപ്പോൾ നാഷണൽ ഹൈവേ നമ്മൾ ലെഫ്റ്റ് എടുക്കല്ലായി. അങ്ങനെ സിഗ്നൽ ഉണ്ട് ഇവിടെ. ലെഫ്റ്റ്, ഫ്രീ ലെഫ്റ്റാണ്. ഓക്കെ, ഇതിപ്പം തൊട്ട് ഇവിടെ സിഗ്നലൊക്കെ വെച്ചത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. കോട്ടെ, അതിപ്പോൾ തളിപ്പറമ്പ് മന്ന പോകുന്നത്. നിങ്ങൾ കണ്ടിരുന്നല്ല, പണ്ടത്തെ നമ്മളെ എവിടെ പോകുന്നു, പാലക്കയം പോകുന്നൊരു വീഡിയോ ഉണ്ട്. അതിൽ നമ്മൾ ഈ റോഡ് തന്നെയാണ് കയറുന്നത്. പക്ഷേ ഇത് അവിടെ നിന്ന് കയറി ജസ്റ്റ് അവിടെ ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു നടുവിലേക്ക് പോകാൻ വേണ്ടി. നമ്മൾ അതെടുക്കില്ല, നമ്മൾ നേരെ സ്ട്രൈറ്റ് വിടും. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ രാജരാജേശ്വരി ടെമ്പിളാണ് അങ്ങോട്ടേക്ക്. ഇല്ല, തെറ്റൊന്നുമില്ല, സ്ട്രൈറ്റ് വിട്ടോ. ഇവിടെ 2 പെട്രോൾ പമ്പ് ഉണ്ട്. അതിൽ ഒരു പെട്രോൾ പമ്പ് 24 hours ആണ്. ഞാൻ ഒരു പ്രാവശ്യം രാത്രി ഇവിടെ കുടുങ്ങിപ്പോയ സമയത്ത് ഞാൻ ആ പമ്പിൽ വന്നിട്ട് എണ്ണടിച്ചിട്ടുണ്ടായിരുന്നു. TFC തോമസ് ഫ്രൈഡ് ചിക്കൻ ഇല്ലല്ലേ, ഇത് വെജിറ്റബിൾ കടിയാണ്. സോറി. ഇതാ ഞാൻ പറഞ്ഞ പെട്രോൾ പമ്പ് അതാ കാണുന്നത്. ഈ പമ്പാന്ന് തോന്നുന്നു. ഈ പമ്പ് 24 hours ആണ്. ഞാൻ അന്ന് കാറും കൊണ്ട് സൈഡായിട്ട് ഞാൻ കുപ്പിയിലെടുത്തുകൊണ്ട് എൻ്റെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു രാത്രി 12 മണിക്കാറ്റം. മന്നക്കെത്തി. മന്ന സിഗ്നൽ ഇതാണ് ഞാൻ പറഞ്ഞ സിഗ്നൽ. ഇവിടുന്ന് ലെഫ്റ്റ് പോയ നടുവിൽ അങ്ങോട്ടേക്കെല്ലാം പോകും. നടുക്കിൽ പാലവയക്കം തട്ട് സ്ട്രൈറ്റ് പോയത് നമ്മളെ റോഡ് മൈസൂർ, ബാംഗ്ലൂർ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ശ്രീകണ്ഠപുരത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തു സിഗ്നലിൽ നിന്ന്. മറ്റേ വലത്തോട്ട് പോയാൽ ഇരിട്ടി വഴി പോവാം. ഞാൻ പണ്ടൊക്കെ ഇരട്ടി വഴിയാണ് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറ്റി ഈ വഴിയാണ് പോലെ. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഈ വഴി തന്നെയാണ് കാണിച്ചിരുന്നത്. കുറച്ച് വളവും തിരിവും കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറേ കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ഒരു 5 kilometer എങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കണേ.
ഇതാണല്ലോ ബസ് റൂട്ടൊക്കെ ഉണ്ടല്ലോ. ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ മാക്കൂട്ടത്തിന് കുറച്ച് ലെഫ്റ്റിലായിട്ട് കുറച്ച് ബാക്കിലായിട്ട് നമ്മൾ ഇവിടെ വന്ന് കയറും, ആ റൂട്ടിൽ വന്ന് കയറും. പിന്നെ അവിടെ നേരെ ബോർഡർ ക്രോസ് ചെയ്യാമല്ലോ. ബസ് നിർത്തിയിട്ടാണല്ലോ ഉള്ളത്. ഹോണടിച്ചിട്ട് കയറിക്കും. ശരിക്കും ബസ്സൊക്കെ നിർത്താൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. ആ റോട്ട് മേലെ കൊണ്ടുപോയി ബസ് നിർത്തും. അമ്മേ നമ്മളെ ശ്രീകണ്ഠപുരത്തിന് റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്തത്, സോറി റൈറ്റ് എടുത്ത് ഇരട്ടി വഴി ആയിരിക്കും പോലെ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് ഇതിലേക്കൂടെ വന്നു. ഇതിപ്പോൾ ആ മെയിൻ റോഡ് ടച്ച് ആവും. മാക്കൂട്ടത്തിലേക്ക് പോകുന്ന നമ്മളെ ബോർഡറില്ലേ മാക്കൂട്ടം ചുരം, കൂട്ടുപുഴ പാലം, അടുത്തേക്ക് പോകുന്ന റോഡ് ടച്ച് ആവും. ഇതിപ്പം അതിലേക്കൂടെ കുറച്ച് വരാനുണ്ട്. പക്ഷെ എന്നാൽ എനിക്കൊന്ന് ഗൂഗിൾ മാപ്പ് അല്ല ഇപ്പുറത്തേക്ക് കൂടെ തന്നെയാണ്. ഞാൻ ആദ്യമെല്ലാം ഇരട്ടി വഴി പോയിക്കൊണ്ടുണ്ടായി, ഇപ്പം മാറ്റി. എനിക്കൊന്ന് ഇത് തന്നെയാണ് കുറച്ചും കൂടി എളുപ്പം തോന്നുന്നു. പാട്ടിൻ്റെ സൗണ്ട് കുറച്ച് കുറക്കാം അല്ലേ. പിള്ളേർക്ക് ഇന്ന് ഞായറാഴ്ചയായിട്ട് അംഗൻവാടി ഉണ്ടോ? പിന്നെ പിള്ളേരെല്ലാം ബാഗ് ഇട്ടിച്ച് പോകുന്നതാണെന്നില്ലേ? പിന്നെയോ 1ാം ക്ലാസ് 2ാം ക്ലാസ് ഉണ്ടോ ഞായറാഴ്ച? ഡാൻസ് പഠിപ്പിക്കാൻ? ഓക്കെ ഓക്കെ. മെല്ലനെ ജംഗ്ഷനാ. ഇവിടുന്ന് ലെഫ്റ്റ് അമ്പുണ്ടേ. അമ്മേ ഇതാണ് ആ റോഡ്. ഇതാണ് ഇരട്ടി നേരെ വരുന്ന റോഡ്. നമുക്ക് ഇവിടുന്ന് നേരെ ചെക്കൻ്റെ മാരക നോട്ടാന്നല്ല തന്നെ. സൗന്ദര്യം കൂടി പോയല്ലേ. പോലീസ്, അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? പാർട്ടി ഓഫീസാണല്ലോ, EMS ഭവൻ ഉണ്ടോ? ഇത് ഈ റോഡ് കയറി ഇനി ഇവിടെ അത്രേ ഉള്ളൂ മാക്കൂട്ടത്തേക്ക്. നമ്മളെ കൂട്ടുപുഴ പാലം ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോണം നല്ല അടിപൊളി വീടാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണ്ട ഇതിലേക്കൂടെ പോകുമ്പോൾ. നല്ലില്ലേ വീട്? നല്ല അടിപൊളി വീടാ. വെസ്റ്റേൺ ഗട്ട്സ് എന്നാ കാണുന്നു തോന്നുന്നു. വലിയൊരു കുന്നെല്ലാം കണ്ട. പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങൾക്കും ചോറൂട്ട്. പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങൾ. പേരാവൂർ ഇരട്ടി ബസ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നൊരു വർക്ക്ഷോപ്പ് എന്ന് തോന്നുന്നു. ഇതൊരു വർക്ക്ഷോപ്പ് ഉണ്ടോ? ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന റിക്കവറി വാനിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ മാക്കൂട്ടം ചുരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതാണെങ്കിലും നമുക്ക് ബോർഡർ അവിടെ നിന്ന് കാട് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നതാണെങ്കിലും ചുരത്തിന് എന്തും പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഇടത്തേക്കാണ് വരേണ്ടത് തോന്നുന്നു. കാരണം മുമ്പൊരിക്കൽ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ബ്രേക്ക് പാഡ് തഴിഞ്ഞ് സൗണ്ടെല്ലാം പുകയെല്ലാം വന്ന വിഷയമായിരുന്നു. എന്നിട്ട് നേരെ ഞാനെങ്കിലും ഒപ്പിച്ച് വണ്ടി എടുത്തുമ്പോൾ എനക്കായി. അതാന്ന് തോന്നുന്നല്ലേ. നല്ല ഭംഗിയുണ്ട് ചേട്ടാ. ക്രോസ് ചെയ്യല്ലേ? അയ്യോ ദൂരം മറ്റേ വലിയ വെസ്റ്റേൺ ഗട്ട്സ് കാണുന്നുണ്ടാ? അതിൻ്റെ ടോപ്പിലെല്ലാം പോണല്ലേ. ഡെൻസ് ഫോറസ്റ്റ് ആയിരിക്കുമല്ലോ ടോപ്പിലൊക്കെ. ഇതേ കാട്ടുപോത്ത് കയറാൻ കഴിയില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ പോണം. കയറാനും കഴിയില്ല എന്തായാലും.
ലോറി. നോക്കി പോണേ, വണ്ടിക്കാർ കയറുന്നുണ്ട്. വളവ് പാറ. ശിരൂര് സംഭവത്തിന് ശേഷം ഇമാതിരി കുന്നെല്ലാം കാണുമ്പോൾ തന്നെ പേടിയാന്നല്ലേ, ഇതൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വരുവും. കുറച്ചേക്കാം. അയ്യോ, നല്ല പറഞ്ഞാൽ മതി, ബോർഡർ എത്താനായി. ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. എല്ലാം കർണാടക വണ്ടികളാണല്ലോ ബോർഡർ എത്തുമ്പോഴത്തേക്ക്. Yeah, we almost reached Bangalore, 257 kilometers. Srirangapatna 131, Madikeri 60, Madikeri പോയല്ലോ. വിരാജ്പേട്ട 27. ഇതല്ല കേട്ടോ പാലം, അടുത്തതാണ്. ആ തൂണിൻ്റെ മുകളിൽ എത്രയാ ക്യാമറകൾ നോക്കി നോക്കി, ബോർഡർ ക്രോസ് ചെയ്യുന്ന വണ്ടീനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നോക്കി കയറണേ, വണ്ടി പാഞ്ഞു വരുന്നുണ്ടാവും. അച്ചു വേണ്ട വേണ്ട, ഡിവൈഡറാന്ന് അച്ചു. എൻ്റെ വലത്തൂടെ കയറില്ലേ? ഈ ഡിവൈഡറിന്റെ വലത്തേ കൂടിയാ? അപ്പൊ കാറ് അത് ഓടിച്ചില്ലെങ്കിൽ ഇടിയില്ലെങ്കിലോ? പഴയ പാലം അപ്പുറത്താണ്. പണ്ട് പോകുന്നവർക്ക് പണ്ട് എന്നല്ല, കുറച്ച് എളുപ്പപ്പെട്ടവർ ആ പാലം തന്നെ ഉണ്ടായിന്. ഒരു ഒറ്റ ബസ് മാത്രം പോകുന്ന പാലം, ഒരു ബസ് കയറി മറ്റേ ബസ് വെയിറ്റ് ചെയ്യണം. ആ പാലം ഇതാ, നമ്മൾ ബോർഡർ കടന്ന് കർണാടകത്തിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. റോഡ് വളരെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുകയാണ്. കർണാടകത്തിന് ഒരു താല്പര്യമില്ല ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടാലറിയാം, ഒരു മനുഷ്യന്മാർ പോകേണ്ട വഴിയാന്നൊരു ചിന്ത വേണ്ടേ. എന്താണ് ബ്ലോക്കും, അയ്യോ. ഇതെല്ലാം ശരിക്കും നന്നാക്കി കൂടിയിരിക്കല്ലോ. ഇതൊന്നും നന്നാക്കില്ല. എന്നിട്ട് ഇപ്പം അപ്പുറം കയറുന്ന അവിടെ തന്നെ 20 രൂപയൊക്കെ മേടിക്കും. അത് കേരള വണ്ടി മാത്രം നോക്കിയിട്ട് മേടിക്കും. അതൊരു പ്രത്യേക കഴിവാണ്. വലിയ കുഴിയാണ്. ലെഫ്റ്റ് എടുക്ക്. എങ്ങനെയെങ്കിലും എടുക്ക് നീ. എന്നാല് അമ്മേ, അയ്യോ, ഇത് കുഴി കൂടിയപ്പോൾ ഇവർ മാന്തി ഇളക്കിയതാന്ന് തോന്നുന്നു, JCB ആയിട്ട് വെച്ചിട്ട് മൊത്തത്തില്. ഇപ്പം ടാർ ചെയ്യുന്നതിന് നാം ബുദ്ധിമുട്ട്, മഴക്കാലം ഒന്നല്ലല്ലോ അല്ലേ. ക്ലോസ് ചെയ്തിടാൻ പറ്റുന്നുണ്ടാവില്ല, അതാണ് പ്രശ്നം. റോഡ് അത്ര വലിയ ഹെവി ട്രാഫിക്കിലെ റോഡൊന്നല്ലല്ലോ. വൺ സൈഡ് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ വൺ സൈഡ് ഇട്ട് അറിയാം, എന്നിട്ട് അടുത്ത സൈഡ് ഇട്ട് അറിയാം. അതൊന്നും ചെയ്യാൻ പറ്റാണെന്നില്ല. എക്സ്ക്യൂസസ് ഒന്നുമില്ല. പിന്നെ താല്പര്യമില്ലെങ്കിൽ എന്തൊക്കെ എക്സ്ക്യൂസസ് പറയാം, അത്രേ ഉള്ളൂ. അയ്യോ, Z900 ആണല്ലോ. കണ്ണാപ്പിയാ നിന്നിട്ടൊക്കെയാ പോകുന്നത്. അല്ല, പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ ഓഫ് റോഡ് പോകേണ്ട ഒരു വണ്ടിയല്ലല്ലോ ഇത്. നല്ലൊരു റേസിംഗ് ട്രാക്കിലൊക്കെ പോകുന്ന വണ്ടിയല്ലേ. അയ്യോ, അയ്യോ,
കാറിന് ഡോക്ടർ സിമ്പൽ ഒട്ടിച്ച് ഡോക്ടർ സിമ്പലിന്റെ വലിപ്പം കണ്ടില്ല. ഇപ്പൊ അങ്ങോട്ട് പോയ സ്വിഫ്റ്റിന് അമ്മേ വലിയ സിമ്പൽ. നഴ്സുമാരെ സിമ്പിളിന് കുറച്ച് വലിപ്പം കൂടുതലാണ്. നഴ്സുമാർക്ക് സിമ്പൽ ഉണ്ട്, നഴ്സുമാർക്ക് പുതിയ സിമ്പിൾ ഉണ്ട്. ഇതിന് AC ഓഫ് ആക്കി. ഇന്നല്ല കുറെ വിന്റേജ് ബൈക്കുകൾ കൊണ്ട് ആൾക്കാർ പോകുന്നുണ്ടാ. അങ്ങനെ അവിടെ നിർത്തണം എന്റെ മൂത്രയിക്കേണ്ട സ്ഥലത്ത്. ചെറിയ ഇപ്പുറത്തെ ഈ സൈഡ് നിർത്തിയാൽ മതി. ചെറിയൊരു ബെൻഡ് ഉണ്ട്, ഇവിടെ നിർത്തിയാൽ മതി. കുറച്ച് മുമ്പോട്ടേക്കായിട്ട് മതി. ഞാൻ ഇറങ്ങിക്കോളും. ഇവിടെ എത്തിയാലും മൂത്രം ഒഴിക്കാന്നുള്ളത്, അയ്യോ സോറി, യൂറിൻ പാസ് ചെയ്യാന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യം. ഇതാ ഞാൻ പറഞ്ഞ ആ പൈസ മേടിക്കുന്ന സ്ഥലത്തെത്തി. ഫസ്റ്റ് കയറുമ്പോൾ ഇല്ലേ, നമ്മൾ കയറില്ലേ, കർണാടക മാക്കൂട്ടം ഫോറസ്റ്റ്. ശ്രദ്ധിച്ചോ, ആ മുമ്പിലുള്ളത് ടാറ്റേൻ്റെ വണ്ടി കണ്ട. അതിനോട് പൈസ ഇപ്പം മേടിക്കുന്നുണ്ടല്ലോ, ബൈക്കാരോടെ മേടിക്കുന്നില്ല. ഫോറസ്റ്റ് ഗാർഡ് എന്താണിത്? കേരള പോലീസാ? പോലീസിൻ്റെ യൂണിഫോം ആണ്. അയ്യോ, അതിലൊരു 50 രൂപയുണ്ട്, അതിനോട് തന്നെ. പോട്ടെ പോട്ടെ പോട്ടെ, എന്താ പോവാത്തെ? അപ്പുറത്തേക്കൂടെ പോയി ഒരു കർണാടക വണ്ടി. നിന്ന് കഥാപ്രസംഗം പറയാതെ നമ്മൾ ഒഴിവാക്കടോ. നമുക്ക് റൈറ്റ് എടുത്ത് കയറി പോകാനുണ്ടായില്ല, ഇതിൻ്റെ വേഗം നിൽക്കണ്ടായിരുന്നു. ഫുള്ളായിട്ട് ഇതാക്കണ്ട. സാധനം അമ്മേ, അയ്യോ, എൻട്രി ഫീ ചെക്കെന്ന് നമ്മളൊരു നോട്ടുണ്ട് കേട്ടോ, 20 രൂപ. അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു സൈഡിൽ, അവർ നോക്കുന്നുണ്ട്. എന്താണ് 20 രൂപ? ഓ, നിർത്താൻ പാടില്ലാന്ന് പറഞ്ഞു. ഈ കാറുകാരല്ലേ? ഇതെന്തോ ഇവർ ഓഫീസറിൻ്റെ എന്തോ വണ്ടി തന്നെയാണ്. പക്ഷെ അവർ അതിന് നെയിം പ്ലേറ്റ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല ബാക്കിൽ. ബാക്ക് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഗവൺമെൻറ് ഓഫ് കർണാടക എന്നല്ലോ. ബാക്കിലൊന്നും എഴുതിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് അവരവിടെ നിർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോണിലായിരുന്നു. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ റേഞ്ച് കട്ടാവുമല്ലോ. ഞാൻ അതുകൊണ്ട് അവിടെ തന്നെ നിർത്തുമെന്ന് പറഞ്ഞത്. എനിക്ക് അറിയുന്നുണ്ടായില്ല. പക്ഷെ അന്ന് അവർ ബാക്കിലൊരു നെയിം പ്ലേറ്റ് എന്തെങ്കിലും വെക്കണ്ടേ? ഒഫീഷ്യൽസാ പറയുന്നത്, നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, കുരങ്ങന്മാർ നോക്കി എത്ര എണ്ണാന്ന്. ഉഫ്, എൻ്റെ ചെങ്ങായി. വാലും റോട്ടും വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നു. വാലെടുത്ത് നോക്കാൻ വേറെ ഇറങ്ങി വരുടാ, ബ്ലഡി ഫുൾ. പാവം, ഇവരെ ഫീഡ് ചെയ്യാൻ പാടില്ല അല്ല, ഇവരൊരു എക്കോ സിസ്റ്റം നമ്മൾ നശിപ്പിക്കരുത്. ഈ കുഴിയെല്ലാം കാണുമ്പോൾ ബൈക്ക് എടുത്ത് വരുന്നതിലൊരു ഗുണം. ഞാൻ
ഞാൻ നേരത്തെ യൂറിൻ പാസ് ചെയ്യണമെന്നിട്ട് അവിടെ നിർത്തിയില്ലേ വണ്ടി. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് തന്നെ ഒരു സ്വിഫ്റ്റ് കൊണ്ടുവച്ചിട്ട് കണ്ടില്ല, കുറച്ചൊരു വയസ്സായ ഒരാൾ. അതൊക്കെ സംഭവം ഇറക്കി വെക്കാം. അതല്ലാണ്ട് പുള്ളി റോട്ടുമ്പോൾ നമ്മൊരു കാർ വെച്ചത് കണ്ടിട്ട് നേരെ ഓപ്പോസിറ്റ് അപ്പുറം അതുപോലെ കാർ കൊണ്ട് അവിടെ ബ്ലോക്ക് ആക്കി. ജാസ്റ്റ് നമ്മൾ വണ്ടി എടുക്കേണ്ടി വന്നു. പുള്ളി എന്തായാലും അവിടെ നിർത്തി. അവരായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒന്നുമില്ല. വെള്ളം കുടിക്കുന്നുണ്ടായതാ. ഓ അയ്യോ, എവിടെ നിന്ന് വീണ്ടും അടുത്ത കുഴികൾ. എൻ്റെ അമ്മോ, അയ്യോ അയ്യോ. അധികം സൈഡ് അടുപ്പിക്കല്ലേ. നല്ല രസമുണ്ടല്ലേ ഫോറസ്റ്റ്. പണ്ടൊക്കെ ഇതിലൂടെ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഫോറസ്റ്റിലൊക്കെ കയറി അങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ പോയി പരിചയമായതുകൊണ്ട് ഒരു ഇരുട്ടായില്ലേ, ഒരു ഡെൻസ് ഫോറസ്റ്റ് പോലെ ഫുള്ള് സൈഡിൽ വരെ മരങ്ങളായിട്ട്. പക്ഷെ ഇപ്പൊ വണ്ടി പെട്ടെന്ന് തണുക്കുന്നില്ലേ, വണ്ടി കൂളായി. പക്ഷെ വണ്ടി പുറത്താണുള്ളത് അങ്ങനെ പറഞ്ഞില്ലേ. അല്ല, പുറത്തെന്തോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്നൊരിക്കൽ ഞാൻ ഇതിവിടെ വണ്ടി പുറത്തിറക്കുമ്പോഴത്തേക്ക് പുറത്ത് ബിയറിൻ്റെ ഒരു കുപ്പി പൊട്ടിച്ച് വെച്ച്. റിസ്ക് അല്ലേ, ടയറിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം പഞ്ചറായി കഴിഞ്ഞാൽ. പൊട്ടിച്ച് പർപ്പസ് വിളി വെച്ചല്ല, പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നമ്മൾ വണ്ടി കയറി ചിലപ്പോൾ പഞ്ചറെല്ലാം ഒരു പണിയായില്ലേ. പോക്കാണ് റോഡ്. അയ്യോ അയ്യോ, വലിയ കുഴിയാന്നേ. തലശ്ശേരിയിലേക്ക് വന്ന ബസ്സാന്നല്ലോ. ഇവര് നമ്മളെ സൈഡ് കയറിയിരുന്നു അല്ലേ. ഓ നീ പോയിക്കോ. ഇതായി മാക്കോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇടിങ്ങൊരു സ്ഥലമുണ്ട്. ഇത് കൂടാണ്ട് ഒരു സ്ഥലം കൂടി ഉണ്ട്. അന്ന സാധനം ചിത്രശലഭോ കുറച്ചും വെള്ള സാധനങ്ങൾ പാറി കളിക്കുന്നുണ്ടാ. പൂമ്പാറ്റി തന്നെ അല്ലേ. ഇതെവിടെ അങ്ങനെ വന്നത്? ചെന്ന വണ്ടിക്ക് എന്താ പറ്റിയത്? അത് ശ്രദ്ധിക്കണ്ട, അവര് ഹോൺ അടിച്ചോളൂ. കാട്ടിൽ നിന്ന് കുറച്ച് പേരുള്ളവനാണെങ്കിൽ ഫോറസ്റ്റിനൊന്നും ഹോൺ അടിക്കൂല. അവർക്ക് ഇതുണ്ടെങ്കിൽ അവർ കയറി പോയിക്കോളൂ. അത്
ഇതാണ് ഞാൻ പറഞ്ഞത്. അത് കൂടാണ്ട് ഇവിടെയും കൂടി ചായലം കുടിക്കാൻ വേണമെങ്കിൽ നിർത്താം. ബസ് മൈസൂർ ടു അല്ല കണ്ണൂർ ടു മൈസൂർ പോകുന്ന ബസ്സുകളൊക്കെ ഇവിടെ നിർത്താറുണ്ട്. ഫസ്റ്റിലേക്ക് ഇടണേ. കണ്ടു ഒരു ചായക്കടയുണ്ട് ഇവിടെ. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ചായ കുടിക്കുന്ന കാണാനുണ്ട്. അല്ലോ അതേ കണ്ട ഒരു ലോറി താഴെ പോയി കിടക്കുന്നു. അതാ ആ ക്രെയിൻ വെച്ചിന് അതിനെ പൊന്തിക്കാൻ നോക്കുന്നത്. നോക്കണേ റോഡ്, നോക്കണേ റോഡ് ഫുള്ള് കുഴിയാണ്. ആണല്ലേ സ്പീഡിൽ വന്നിട്ട് വളച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല വണ്ടി. നേരെ അപ്പുറത്തേക്ക് പോയി അങ്ങനെ ഇങ്ങോട്ട് സ്പീഡിൽ വന്നതായിരിക്കും. ഇതെന്താ ഫുള്ള് ചിത്രശലഭങ്ങള്. ഇതേ പോയി നല്ല മറിയലാണല്ലോ പറഞ്ഞതാ. ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടുണ്ടാവും വെട്ടിന് ആദ്യമായിരുന്നു. വണ്ടി നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അവനാ ഡിവൈഡറിന് അടിച്ചിനാ വണ്ടി. അതാ ഈ അറിയാത്ത റോട്ട് മേലെ മെല്ലനെ മെല്ലനെ പോകണമെന്ന് പറയുന്നത് അതാണ്. ചിലപ്പോൾ ചവിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ, ഓടും വണ്ടിയല്ലേ. പക്ഷേ ചുരത്തിൽ മുമ്പിൽ ഉണ്ടാവലുണ്ട്. മുമ്പെല്ലാം ഞാൻ ഇടയ്ക്ക് വണ്ടി എടുത്ത് വരുമ്പോൾ ആ ചുരത്തിൽ ലോറി മറിഞ്ഞു അതായി പറഞ്ഞിട്ട് ചുരം തന്നെ ബ്ലോക്കായി കിടക്കും. 3-4 മണിക്കൂറിലും ബ്ലോക്കായി കിടക്കും. അതെടുത്ത് മാറ്റിയാൽ ഇപ്പോൾ ലോറി പുറത്തേക്ക് പറഞ്ഞുകൊണ്ട് ബ്ലോക്കായില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വണ്ടി എനിക്ക് ഒരു പ്രത്യേക തണുപ്പായാലും എ സിൻ്റെ തണുപ്പ് കൂടാണ്ട് ഷിഫ്റ്റ് ചെയ്യണ്ട. തേർഡിലിട്ടിട്ട് വണ്ടി കയറുന്നില്ല. വലിയ ഹെയർ പിൻ എന്നല്ല എന്ത് കയറലാണ് നോക്കറോ. ഓ നമ്മൾ ഓവർടേക്ക് ഹോണടിച്ച് കയറി ഓവർടേക്ക് ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ എടുത്തിട്ട് വരുന്നു വണ്ടി. അങ്ങനെ ഹോണ്ടിക്കും ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടല്ലേ. ഒരു കാർ സൈഡാക്കിയിട്ടുണ്ടല്ലോ. അയ്യോ ഒടുക്കൻ നോ പാർക്കിംഗ് ബോർഡിന്റെ മുമ്പ് തന്നെ സൈഡാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നോക്കിക്കോ. ഓഫായി. എ സി വേണമെങ്കിൽ ഓഫായിക്കോ. നമ്മളത് ചെറിയ 800cc വണ്ടിയല്ലേ. ആക്സിഡന്റ് കുറച്ച് കൊടുക്ക് ബേബി. അവിടെ വെക്ക നല്ല വണ്ടിക്കാർ പോട്ടെ. അടക്ക് ടെൻഷൻ ആവില്ല. അത് എടുക്ക്. ആക്സിഡന്റ് കൊടുത്ത് കുറച്ച് ആവില്ല. ഇല്ല എന്നാൽ ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ടാക്കി. പക്ഷേ കുഴപ്പമില്ല, ഇവളെ എന്നെ അടുത്ത് കയറ്റി വണ്ടി. നമ്മളെ നാട്ടിൽ വണ്ടി ഓടിക്കുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു റോട്ടിൽ കിട്ടുന്നില്ല. അവർ കയറ്റലെത്തുമ്പോൾ തന്നെ ഒന്നുകിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് വളഞ്ഞ് കയറുമ്പോൾ തന്നെ. അല്ലെങ്കിൽ വളയുന്നതിനൊക്കെ ഇട്ടിട്ട് തന്നെ എനിക്കൊരു പ്രോപ്പറായിട്ടുള്ള ഗിയറിലേക്ക് നീ ഫസ്റ്റിലേക്കോ സെക്കൻഡിലേക്കോ ഇട്ടിട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഐ മീൻ വണ്ടി എടുക്കണം. പോട്ടെ. ഫോർച്യൂണർ ക്ലച്ച് കത്തിച്ചിട്ടുണ്ടാവും അല്ലേ. Don't feed animals. ഇതെല്ലാം ഫസ്റ്റിലേക്ക് ഇടണം. ഇടുന്ന തന്നെ മനസ്സിലായാ. ആ
പോട്ടെ. അയ്യോ അയ്യോ ഇങ്ങനല്ല. ഈ രാത്രി വരുമ്പോഴായാലും AC ഓപ്പണാക്കി, ഈ രാത്രി വരുമ്പോഴായാലും ഇമാതിരി ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് മര്യാദക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും വണ്ടികളാണ്. സ്ഥലത്തുമ്പോൾ ഇപ്പം ബസ്സിൻ്റെ ബാക്കിലുള്ള നമുക്ക് ഓവർടേക്ക് റിസ്ക് ചെയ്യാൻ പറ്റും. താഴേക്കെല്ലാം കണ്ട ഹെവി സ്ഥലങ്ങളാണ്. ഇവിടുന്നാണ് ഇതിനിടക്ക് ഒരു ബാഗ് കിട്ടിയില്ലേ, ബാഗിൻ്റെ ഉള്ളിലൊരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അറിഞ്ഞിട്ടില്ലേ? ഒരു പെണ്ണിൻ്റെ ഡെഡ് ബോഡി കിട്ടീനി ഒരു ബാഗിൻ്റെ ഉള്ളിൽ നിന്ന്. അത് ഈ റോഡ് സൈഡിൽ വേസ്റ്റ് പറക്കാൻ ഇവരാൾ ഏൽപ്പിക്കലുണ്ടെന്ന് തോന്നി. ഇങ്ങനെ ആൾക്കാർ പ്ലാസ്റ്റിക് എല്ലാം ഇട്ടെങ്കിൽ അത് പറക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് അല്ലേ, അപ്പോൾ അങ്ങനെ പറക്കാൻ വരുന്നവരൊരു ബാഗ് കണ്ടിട്ട് അത് തുറന്നു നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണിൻ്റെ ഡെഡ് ബോഡി ഉണ്ട്. എൻ്റെ കേസ് എന്തായിരുന്നു അറിയാൻ പാടില്ല. പിന്നെ ഞാൻ ഫോളോ അപ്പ് ഒന്നും എനിക്കറിയില്ല. KL 58 വണ്ടി തലശ്ശേരി. നമ്മളെ വണ്ടി ഇങ്ങനെ ചുരത്തിൽ നിന്നാൽ എന്തായാലും ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടാ. സമാധാനത്തിലങ്ങ് എടുക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ചിന്. ആരും ഫസ്റ്റ് തന്നെ പറക്കുന്ന ഡ്രൈവർമാരൊന്നല്ല, എല്ലാവരും ഇങ്ങനെ. അപ്പോൾ ബാക്കിൽ 2-3 ആൾക്കാരൊന്ന് ഹോൺ അടിച്ച് പോയപ്പോൾ കണ്ടിട്ടില്ലേ? അതൊന്ന് മൈൻഡ് ആക്കാം. അതെ, ആർക്കും ചിന്തിക്കാൻ സമയമില്ല. പക്ഷെ അതിനൊന്നും അവരൊന്നും നമ്മൾ മൈൻഡ് ആക്കിയേ വേണ്ട. നമ്മുടെ കയ്യിൽ മെല്ലെ നോക്കി എടുക്കുക. എല്ലാവരും ഫസ്റ്റ് തന്നെ പറക്കുന്ന ഡ്രൈവർമാരൊന്നല്ലല്ലോ. എല്ലാരും ഫസ്റ്റ് അതാണ് ഡയലോഗ് അടിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും, ആവേശം. എന്നെ പറഞ്ഞേ അവരെന്തായാലും എന്തെങ്കിലും 2 വർത്തമാനം പറഞ്ഞിട്ടേ പോലും ഷോ കാണിക്കല് പെൺപിള്ളേരല്ലേ. പിന്നെ ഇതിപ്പോ ഏട്ടനില്ലതുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കാൻ ഞാൻ. ഇപ്പൊ ഞാൻ ഒറ്റക്കാന്ന്, അല്ലെങ്കിൽ എന്റെ കൂടെ വേറെ പെൺകുട്ടിയാണെങ്കിൽ 4-5 ആൾക്കാർ വരും രക്ഷപ്പെടുത്താൻ. അതല്ലെങ്കിൽ കുറച്ച് ചീത്തങ്ങ് പറഞ്ഞു പോകും. മോൺ ഇറങ്ങിക്കോ, ഞാൻ എടുത്ത് വെച്ചരാന്ന് വരെ പറഞ്ഞു. ചിലപ്പോ നല്ല രീതിയിലും ആയിരിക്കും പറയുന്ന ആൾക്കാരുണ്ടോ. ചില ആൾക്കാർ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം പറയും. ചില സന്ദർഭത്തിൽ നമുക്കെന്നെ തോന്നും ആരെങ്കിലും ഒന്ന് എടുത്തു വെച്ചിരിക്കില്ല. ഇതിലൊന്നും പ്രശ്നമില്ല. നീ അന്നൊരിക്കൽ എന്നോട് പറഞ്ഞില്ലേ, ഞാൻ പയ്യന്നൂര് വണ്ടി തിരിക്കുമ്പോൾ നീ എന്നോട് പറഞ്ഞില്ലേ, ഞാൻ ടൗണിൽ നിന്നല്ല പുറത്തോട്ട് തോന്നുന്നു, ഞാൻ എടുത്തോ തിരിക്കുമ്പോൾ ഞാൻ വണ്ടി റോഡ് വലിയ വണ്ടിയായിരുന്നു, ഞാൻ യൂ ടേൺ അടിക്കുമ്പോൾ നീ എന്നോട് പറഞ്ഞില്ലേ ഏട്ടനായതുകൊണ്ട് പ്രശ്നമില്ല. വേറെ ഇപ്പം ഞാനായിട്ട് ആ യൂ ടേൺ അടിക്കുന്നെങ്കിൽ അവിടെ നിർത്തി 2-3 ആൾക്കാർ എന്നോട് പറയും എന്താണ് ഇങ്ങനെയാണോ വണ്ടി തിരിക്കുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട് എന്നോട്. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെയോ? അത് അവരെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടി നമ്മളാ വണ്ടി ഓടിക്കുന്നെങ്കിൽ അങ്ങനെ പറയും. വണ്ടി ഓടിക്കാനല്ലേ വണ്ടി എടുക്കണ്ടെന്നൊക്കെ. അത് ഞാൻ ഫസ്റ്റ് വണ്ടി എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഷോപ്ലെക്സ് ഇല്ലേ, ഷോപ്ലെക്സ്, അത് ഇടുങ്ങിയ റോഡല്ലേ അങ്ങോട്ടേക്ക് കയറുന്നേ, ചാടുന്ന് ഇറക്കുന്നു താഴോട്ട് പുറത്തേക്ക്. അപ്പൊ വിഷുവിന്റെ സമയം, ഓണത്തിന്റെ സമയത്ത് പയ്യനുള്ള തിരക്ക് ഊഹിക്കാൻ പറ്റൂല അന്നേരം. ആ സമയത്ത് എനിക്ക് എടുക്കാൻ കിട്ടിയില്ല ഇങ്ങോട്ടേക്ക്. എന്റെ വണ്ടി ഓഫ് ആയിക്കൊണ്ടിരുന്നു. വെച്ചാൽ ഞാൻ പാനിക്കായി. എന്നിട്ട് ഇവിടെ നിന്റെ വാലും എടുത്തോണ്ട് പോടാ. എന്നിട്ട് ഞാൻ കുറെ നേരം നിന്നു. അപ്പം ആടുണ്ടായ സെക്യൂരിറ്റി നമ്മളെടുത്ത് നോക്കി പാനിക് ആവണ്ട, എല്ലാം എടുത്താൽ മതി, പ്രശ്നമില്ല, പിന്നെ മെല്ലെ മെല്ലെ എടുത്തോ മറ്റേ ആളില്ല കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പൊ എതിരെ വന്നിട്ട് ഒരാള് അയാൾക്ക് ഇങ്ങോട്ട് കേറണം, അതായത് ഷോപ്പിക്സിന്റെ അതിലേക്ക് കേറണം. ഞാൻ എടുത്താൽ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അയാള് ഫസ്റ്റ് വന്നപ്പോ തന്നെ എന്നോട് എന്തെല്ലോ പറഞ്ഞു, വണ്ടി എടുക്കാൻ അറിയില്ലെങ്കിൽ വണ്ടി എടുക്കാണ്ട് വന്നാ പോരെ, എന്തിനാ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, അല്ലേ അത് ഇതെന്നെല്ലാം പറഞ്ഞു. അപ്പൊ എനിക്ക് വാശി.
അപ്പൊ ഞാൻ തന്നെ എടുത്ത് അതുവരെ ഒരു കാര്യങ്ങൾ വന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ അവർക്ക് കൊടുക്കായിരുന്നു നല്ല വിചാരിച്ച് നിൽക്കുന്നുണ്ടായേ. അപ്പൊ അയാളോട് ചോദിക്കണം, നിങ്ങൾ ഫസ്റ്റ് പഠിച്ച ദിവസം തന്നെ വണ്ടി എടുത്തിട്ട് ഞാൻ അപ്പം എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് എന്റെ വണ്ടിക്ക്. എന്നിട്ടും പറഞ്ഞു എന്നിട്ടാണ് പറഞ്ഞത് എന്നോട് എല്ലാം ഒട്ടിക്കാണ്ട് ഞാൻ എന്റെ അഹങ്കാരത്തിന് എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അറിവിന്നതിൽ അർത്ഥമുണ്ട്. ഞാൻ എല്ലാം ഒട്ടിച്ചിട്ടാ പോയിട്ടുള്ളത്. ഞാൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതേ ഇല്ല വണ്ടി. ലൈസൻസ് കിട്ടിയ അത്ര ആയിട്ടു. ചുരം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ മാക്കൂട്ടം ഏകദേശം ഒരു 14-15 കിലോമീറ്റർ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അത്യാവശ്യം ദൂരമുണ്ട്. റേഞ്ച് കട്ടാവും ചെയ്യും. അങ്ങനെ മാക്കൂട്ടം ചുരം ഏകദേശം കഴിഞ്ഞു. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ലേക്കാണ്. ഇത്ര ഹൈറ്റിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വെള്ളം വീഴുന്ന വെച്ചേക്കുന്നില്ലേ ലേക്കിൽ നിന്ന്? കേൾക്കുന്നില്ലേ? ഈ ലേക്കിൻ്റെ അടിയിലേക്ക് ഒരു പൈപ്പ് ഉണ്ട്, അതിലേക്ക് അപ്പുറത്തേക്ക് വെള്ളം വീഴുന്നതാണ്. കഴിഞ്ഞപാടുള്ള റെസ്റ്റോറൻറ്റ് ലേക്ക് വ്യൂ. പക്ഷെ ഇവിടെ അധികം വലിയ തിരക്ക് കാണില്ല. എനിക്ക് എന്തിട്ടാന്ന് അറിയില്ല, പൈസ കൂടുതലാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? അതിനേക്കാൾ തിരക്ക് കാണില്ല. കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ഹോട്ടലാണത്? ഗേറ്റ്, എന്തോ ഒരു ഗേറ്റ്, കൂർഗ് ഗേറ്റ്. അവിടെയാണ് കുറച്ചും കൂടി ഇതായി ഈ സ്ഥലം. കണ്ടോ ഇവിടെ കണ്ടോ, അതിനെക്കാട്ടി എത്രയോ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. എന്തിട്ടാന്ന് നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ. കൂർഗ് ഗേറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് ഉണ്ടോ, അത്രയ്ക്ക് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട്. ഇവിടെയൊക്കെ അന്ന് ഞാൻ മേലെ ഇൻഡിക്കേറ്റർ ഇട്ടു ഈ സൈഡ് പിടിക്കുമ്പോൾ. ഇവിടെയൊക്കെ ഞാനന്ന് നമ്മളന്ന് ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോൾ ഫുഡില്ലാന്ന് പറഞ്ഞില്ലേ, ഫുഡില്ലാന്നല്ല, ഫുഡ് എടുക്കുക. അവൻ ഒരു അരമണിക്കൂർ ടൈം എടുക്കും. വെയിറ്റ് ചെയ്യാൻ പറ്റും, വെയിറ്റ് ചെയ്ത് നോക്കും. നമ്മളൊന്നും വേണ്ട, വേറെ കഴിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ ഒരു വലത്ത് ഭാഗത്തൊരു റെസ്റ്റോറൻറ്റ്, അതും കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റാണ്. അവിടെ ഞാൻ കയറി കുറേ പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇല്ലേ, നല്ല വാഷ്റൂമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ മാക്കൂട്ടം ചുരമെല്ലാം വിട്ടിട്ട് നമ്മൾ നല്ല റോഡിൽ പോകുന്നു. നല്ല റോഡൊന്നല്ല, ആടിയടിയിലൊക്കെ കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട്, പക്ഷെ പ്രശ്നമില്ല അല്ലേ. പക്ഷെ നല്ലൊരു സുഖമുള്ള റോഡാണ്. ഞാൻ ഇതൊക്കെ താത്തിട്ടുണ്ട്, ഗ്ലാസ്സൊക്കെ താത്തിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. അയ്യോ ഈശ്വര, ഇതൊക്കെ ഏതാണ് വണ്ടി? എന്നെക്കാട്ടിയും പ്രായമുണ്ടെന്ന് തോന്നുന്നു. നമ്മളെ ഡ്രൈവർ പിന്നെ വളരെ നല്ല സ്വഭാവമായതുകൊണ്ട് എല്ലാവരും കയറ്റി വിട്ടിട്ടൊക്കെ പോകുള്ളൂ അല്ലേ. യൂ ടേൺ ആണ് നമുക്ക്. ഗുഡ്. യൂ ടേൺ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എത്തി നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. നമ്മളിങ്ങനെ യൂ ടേൺ എടുത്ത് പോകും. കാപ്പിത്തോട്ടാണ്. പെരിയൊക്കെ രാത്രിയൊക്കെ നല്ല തണുപ്പായിരിക്കുമല്ലോ അല്ലേ. അവൻ അവിടെ ഇരുന്ന് മൊബൈൽ കൊണ്ട്, എൻ്റെ മൊബൈലിനൊന്നും റേഞ്ചും ഇല്ല. സൈഡൊക്കെ മറ്റേ കാപ്പിത്തോട്ടങ്ങളാണ്. ഇതിലൊന്നും ഇൻഡിക്കേഷൻ ഒന്നും കത്തുന്നൊന്നുമില്ലല്ലോ. ഇത് മാക്കൂട്ടം ചുരം കഴിഞ്ഞാൽ നല്ല രസമുള്ള റോഡാണ്.
പോവാ. പക്ഷെ ഇതെല്ലാം മുമ്പ് നല്ല റോഡായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ പൊട്ടിയൊരു ഇതായി. ഒരു സുഖമില്ല വണ്ടി കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ബസ്സോ, മിനി ബസ്സല്ലേ? ശബരിമല. ഇതൊക്കെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അല്ലേ? അയ്യോ, അയ്യോ. അതാ ഇവിടെ എലിഫന്റ് ക്രോസിംഗ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഇത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണല്ലോ. എലിഫന്റ് ക്രോസിംഗ് അല്ലേ അത്? ഡ്രൈവ് സ്ലോ എന്നാണല്ലേ എലിഫന്റ്? അതെ, എലിഫന്റ് ക്രോസിംഗ് ഡ്രൈവ് സ്ലോ. ഈ സ്ഥലം കണ്ട? എനക്കന്ന് ഒരു വലതുടിക്കാൻ നോക്കണേ വരാന്ന്. എനക്കന്ന് ഒരു ലോറി ഡ്രൈവറിന്ന് ചീത്തയിട്ട് ഞാനിവിടെ കാറ് പാർക്ക് ചെയ്ത്. എൻ്റെ ഫ്രണ്ടിന് ഒമിറ്റ് ചെയ്യാൻ മുട്ടിയിട്ട് ഞാൻ പാർക്ക് ചെയ്തതാണ്. പക്ഷെ ലോറിക്കാരൻ ഇവിടുന്ന് കയറി വരുന്നതായിരുന്നു. അവനപ്പം റൗണ്ട് അടിച്ച് കിട്ടിയില്ല. അവനോട് വളവിലാണോ സഹോദര വണ്ടി വെക്കുന്നത് വെച്ചു. ഞാൻ സോറി കേട്ടാന്ന് പറഞ്ഞു. ഇതായിട്ടൊരു കുളമുണ്ട് അല്ലേ? കുളം എന്തുകൊണ്ട് അവിടെ ഇല്ലേ? കണ്ടാ? ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഹോട്ടൽ. കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അവിടെ നല്ല വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡുമാണ്. പട്ടി റോഡെല്ലാം കണ്ടോ? ഓടിയിട്ട് എത്താത്തൊരവസ്ഥയാണ് റോഡിൻ്റെ ഒക്കെ. വലത്തു ഭാഗത്തുള്ളത്. വരുന്ന വണ്ടിയിലല്ല. ഇനി ബാരിലേക്ക് വെച്ചു, ഫ്രണ്ട് തന്നെ ഏറ്റി വെച്ചോ, കുഴപ്പമില്ല. പിന്നെ നിനക്ക് ഫസ്റ്റിലേക്ക് തന്നെ ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോ ഇവനല്ല ആരാ ഡ്രൈവിംഗ് പഠിപ്പിച്ചിനി? കയറിക്കോ, വിടൂല. ഏത് ഊള വണ്ടിക്കാരനാണിത്? ഓൻ ആ പോക്കറ്റ് റോഡിൽ നിന്നാണ് കയറി വന്നിനി. എന്നിട്ടോ നമ്മളെ വണ്ടീനോട് ഇത് പിടിച്ച് കയറിപ്പോയി. ഒരു ഡ്രൈവിംഗ് കൾച്ചർ എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്. നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡല്ല, ജസ്റ്റ് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ. ഓറഞ്ച് ജ്യൂസും പിന്നെ ഒരു പപ്സ് കഴിച്ചതേ. കാരണം ഫുഡ് നമ്മൾ പാഴ്സലെടുത്തിന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് വാഷ്റൂം പോകാൻ വേണ്ടി മാത്രം അവിടെ നിർത്തിയതാണ്. വാഷ്റൂം പോയി പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും കുടിച്ചിട്ട് ഇനി ഇറങ്ങി വന്നു. ഉണ്ടോ നമ്മളിനി എത്ര സെറ്റപ്പാന്ന് പറഞ്ഞാൽ നമ്മളെ നാടൊക്കെ എത്ര നമ്മളെ നാടായാലും കർണാടക ആയാലും എവിടെയായാലും കേരളം കർണാടകയിലും എത്ര സെറ്റപ്പാന്ന് പറഞ്ഞാലും മര്യാദക്ക് ഒരു യാത്ര ചെയ്യുന്നവർക്ക് കയറാനൊരു വാഷ്റൂം പോലും എവിടെ ഇല്ല. ഉണ്ട്, എനിക്കറിയില്ല. ഞാനിപ്പോൾ 2 ആഴ്ചപ്പെട്ട് ഞാൻ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയും കണ്ടില്ല വാഷ്റൂം ഒന്നും. ഇപ്പോൾ നല്ല യൂസ് ചെയ്യാൻ വരുന്ന പബ്ലിക് ടോയ്ലറ്റുകൾ നാഷണൽ ഹൈവേൻ്റെ സൈഡിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 10 കിലോമീറ്റർ കൂടുമ്പോൾ ഒരെണ്ണം വെച്ചിട്ടെങ്കിലും ഇല്ല. നമ്മൾ ഏതെങ്കിലും ബാത്റൂം പെട്രോൾ പമ്പ് പോയിക്കോളാം. പെട്രോൾ പമ്പ് കാരൻ പറയും ഇവിടെ വാഷ്റൂം ഉണ്ട്, പക്ഷേ വാഷ്റൂമിൽ വെള്ളമില്ല, അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഇതൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? ശരിയല്ലേ?
അങ്ങനെ നമ്മൾ ഗോണിക്കൊപ്പ എത്തി. ഇത് ഇവിടുത്തെ ഒരു ടെമ്പിളാന്ന് തോന്നുന്നു, ഫേമസ്. എനിക്ക് എപ്പോഴും മനസ്സിലാവില്ല ഇവിടെ എത്തിയെന്ന് ഇങ്ങനെയായിരുന്നു. ഇതെന്ത് 2 പമ്പുണ്ട് ഇവിടെ. മുമ്പ് ഇതിലൂടെ ആ വഴിയുണ്ടോ, അതിലൂടെ ബൈപ്പാസ് കണക്കെ വണ്ടീനെ കടത്തി വിടാറുണ്ട്. ഇതിലേ കൂടെ പോകാൻ പറ്റില്ല, നേരെ അതിലേക്ക് റൗണ്ട് അടിച്ച് പോകണം. അപ്പം അങ്ങനെയില്ല, ഇപ്പം ഇതിലേ കൂടെ തന്നെ വിടാൻ തുടങ്ങി വാഹനങ്ങളെല്ലാം. ഇതെന്ത് ക്രെയിനാ? പെല്ലിപ്പ റെസിഡൻസി, റൂംസ് അവൈലബിൾ. ചെറിയ ടൗണാണ്, കുറച്ച് അപ്പുറം എത്തുമ്പോഴത്തേക്ക് തന്നെ തീരും, ബ്ലോക്ക് തീരും. ബ്ലോക്കൊന്നുമില്ല എന്നാലും. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. മെയിനായിട്ട് കുറേ ബസ് കുട്ടാന്നുള്ള സ്ഥലത്തേക്ക് പോന്നെയാന്നല്ല. ഞാൻ പിന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഗ്ലാസ് രണ്ടും താത്ത് വെച്ചിട്ടുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഒരു നോയ്സ് നല്ലോണം കയറുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നല്ല തണുപ്പുണ്ട്. GPL ഗോണിക്കൊപ്പാൽ സാർ എന്തോ രാഷ്ട്രീയ പാർട്ടിയാന്ന് തോന്നുന്നല്ലേ, അറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഗോണിക്കൊപ്പ ടൗണ് കഴിഞ്ഞിട്ട് ഗോണിക്കൊപ്പ ഫോറസ്റ്റിലേക്ക് ഏകദേശം എൻട്രായി. ഇത് മറ്റേ നമ്മളെ നേരത്തെ കണ്ട മാക്കൂട്ട ഫോറസ്റ്റ് കണക്കല്ല, കുറച്ചും കൂടി നല്ലൊരു ഭംഗിയുള്ള ഫോറസ്റ്റാണ് ഇല്ലേ. കാണുമ്പോൾ തന്നെ ഒരു ഇടുങ്ങിയ ഫോറസ്റ്റ് അല്ല. വലിയ കടുവേൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ. രാവിലെ വന്നു കഴിഞ്ഞാൽ മാനിനെയും കാട്ടുപോത്ത് ബൈസണിനൊക്കെ കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് രാവിലെ വന്ന സമയത്ത് ഒരു 7 മണിക്കല്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ പോകുന്നുള്ളത്. ഇഷ്ടംപോലെ മാനുണ്ട് റോഡ് സൈഡിൽ അടിയിലൊക്കെ. ഒറ്റൊരു ബൈസണിനെയും കണ്ടില്ല. ബൈസൺ പുല്ല് നിന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ വണ്ടീൻ്റെ സൗണ്ടൊക്കെ കൂടി വരുമ്പം ഇവരൊക്കെ കാട്ടിലേക്ക് വലിഞ്ഞ് പോകുമായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാവില്ല, പിന്നെ രാത്രി ആകുമ്പോ കയറുള്ളൂ. എനിക്ക് ഈ ഫോറസ്റ്റ് ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റ് കണക്കിയാ ഫീൽ ചെയ്യല്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കണ്ടോ കുറച്ച് ഏരിയയിൽ കുറച്ച് ആൾക്കാർ താമസമുണ്ട്. ഉണ്ടോ കുഞ്ഞു വീടൊക്കെ കെട്ടിയിട്ട്.
ഇവരെല്ലാം സമ്മതിക്കണേ, രാത്രി ആനയും പുലിയെല്ലാം വരുന്നുണ്ടാവില്ലല്ലേ? ഇതല്ലേ ശീലം. അതെന്നാണ് ഇത് കുരങ്ങന്മാരാ? വലിയ കുരങ്ങന്മാരല്ലേ? അതാ ശ്രദ്ധിക്കണേ, അച്ചു അച്ചു ശ്രദ്ധിക്കണം. ലൈറ്റിങ് പരസ്പരം അടികൂടിയതാ. റോട്ടമിലാണല്ലോ ബ്ലഡി ഫുൾ ഓടിക്കയറുന്നത്. കണ്ടോ, നല്ല രസമില്ലൊരു ഫോറസ്റ്റ് അല്ലേ ഇത്. സംഭവം ഇവര് ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ഇവര് കുറച്ച് സ്ഥലത്തേക്കുള്ള പുല്ല് വെട്ടി. അതാടാം മാൻ. പക്ഷെ മാൻ വരുന്ന സ്ഥലം തന്നെ ഇത്. നമ്മ അന്ന് വരുമ്പോ ഏകദേശം ഈ സ്ഥലത്തൊക്കെ മാനിനെയൊക്കെ കണ്ടിന്. ഷിപ്പ് ഇതാടാം. ഇവിടെ ഇവര് വേണമെന്ന് വെച്ചാൽ പുല്ല് ചെത്തി വെക്കുന്ന ഒരു ഏരിയ വരെ. മൃഗങ്ങൾ പെട്ടെന്ന് റോട്ടുമ്പിലേക്ക് ചാടി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പെട്രോൾ ഫില്ല് ചെയ്യാം. ഈ ഗോണിക്കൊപ്പം കഴിഞ്ഞാൽ മറ്റേ ഇതൊരു പമ്പുണ്ട് അവിടെ. ഇവിടെ എവിടെയോ ഒരു എലിഫന്റിന്റെ സാധനമുണ്ട്. അത് ഇവിടെ അല്ലേ? അമ്മേ, ഇതൊന്നുമല്ല, വലിയ ഗേറ്റ് ഉണ്ട് അതിന്. ഇതെന്താന്ന് കോഴിക്കുഞ്ഞിനെ വെക്കാൻ വെച്ചതാ? ഉള്ളിലേക്കെല്ലാം ആടെ എലിഫന്റ് നിൽക്കുന്നുണ്ടേ. അതാ അതിൻ്റെ ഉള്ളിലൊരു എലിഫന്റ് ഇവർ വളർത്തുന്നതാന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലൊരു എലിഫന്റ് ഉണ്ട് അതിനട്ടാ. ആന ഉണ്ട് അതിനട്ടാ. എനിക്ക് തോന്നുന്നു ഇവരെ ഇതിൻ്റെ ഉള്ളിലത്തെ ആനേനെ കൊണ്ടുവന്ന് മേയാൻ കെട്ടി വെച്ചായിരിക്കും. മേയാൻ കെട്ടിവിടും അങ്ങനെ പുറത്ത് പറയുകയല്ല. ഒരു ആന ഉണ്ടായിന് അവിടെ. എന്തായാലും മെല്ലനെ പോ, ഞാനിതൊന്ന് കാണട്ടെ. ഇതാണ് ആ ആനേൻ്റെ സ്ഥലം. കയറണോ ഇവിടെ അച്ചു? വേണം കയറി ആനേനെ കണ്ടിട്ട് പോവാ. വേണ്ട അല്ലേ? ഇതെവിടെയാ വമ്പ്? വമ്പ് വമ്പ് ഫ്രണ്ടിൽ വമ്പ്. നീ കണ്ടിട്ടില്ലെങ്കിലുണ്ടല്ലോ പറന്നു പോകും നമ്മള്. അല്ല, നിന്റെ പോക്ക് കണ്ടിട്ട് നീ കാണുന്നുണ്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാ. ഇതാ മാനിനെ കണ്ടിട്ടില്ല എന്നൊരു പരാതി വേണ്ട. മാനുണ്ട് അവിടെ. എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇതാ എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട് മാനുകൾ. നല്ല മാനുകൾ കണ്ടാ കുറേ എണ്ണം നടക്കുന്ന. സൂം ചെയ്ത് പക്ഷെ അടുത്തുള്ളത് മൊബൈലൊരു ലെവൽ കിട്ടാത്തോണ്ടാ. അതാ ഇവനിതടുത്തേക്ക് റിവേഴ്സ് അടിച്ച് മാണ്ടാലടങ്ങുന്നേ. ഹിരണ്ണെ കാണത്ര. ഹിരണ്ണ മാൻ പോയി എടുത്തോണ്ട് പോടാ. അവര് കണ്ടില്ല കേട്ടോ, നമ്മളാ കണ്ടത്. എൻ്റെ ഒരു സ്കില്ല് അടിപൊളി തന്നെയല്ലേ? ബാ എടുത്ത് വിട്ടു വെച്ചു. അല്ല, അവൻ്റെ ബാക്കിൽ അടുപ്പിക്കല, പിന്നെ എനിക്ക് വെട്ടിക്കാൻ പറ്റൂല. ഓ ഹിരൺ എന്ന് പറഞ്ഞ WB വെസ്റ്റ് ബംഗാൾ വണ്ടിയാണ്. ഈ മാനിന്റെ ഹിന്ദി പേരാണോ ഹിരണ്? ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ശരിക്കും നിർത്താൻ പാടില്ല. അയ്യോ മണ്ടത്തര. നമ്മൾ ജസ്റ്റ് ഒരിക്കൽ നിർത്തിയിട്ട് എന്നാലും എടുക്കാന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് അവർ മുമ്പ് കൊണ്ട് നിർത്തി ബ്ലോക്ക് അടിച്ചതുകൊണ്ടാ. പക്ഷെ നമ്മ എന്നിട്ട് അതിനെക്കാട്ടും വലിയൊരു മണ്ടത്തരം നമ്മ ചെയ്തു. ഓൻ നിർത്തിയാട് ഓനോട് വണ്ടി മാറ്റാൻ വേണ്ടി നമ്മൾ ഹോൺ അടിച്ചു. അത് വലിയൊരു മണ്ടത്തരം. നാട്ടിൽ ഹോൺ അടിക്കാൻ പാടില്ലായിരുന്നു. മനസ്സിലായാ? ആ, ഓൻ ബേക്കടിച്ച് വന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണല്ലേ. ശരിയാ. അടുത്ത സ്ഥലം ഇവിടുന്ന് ഒരു 20 രൂപ കൊടുക്കേണ്ടി വരും. അയ്യോ,
പോട്ടെ പോട്ടെ, അതിനൊരു 20 ഉറുപ്പിക എടുത്ത് കൊടുക്കണം. എടുക്കാം. നിർത്തിക്കുന്നില്ലേ നിർത്തൊന്നും വേണ്ട, വിട്ടോട്ടാ. കുറേ റൈഡേഴ്സ് ഉണ്ട് ഇവിടെ, എല്ലാം ട്രയംഫ്. ഇവരെ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടേ ടീം തന്നെയാന്ന് തോന്നുന്നല്ലേ ഇത്. ഏത് മണ്ടാണ് ഫോറസ്റ്റ് നിന്ന് ഹോൺ അടിക്കുന്നത് ഇങ്ങനെ? ഉണ്ടോ ആ കർണാടക വണ്ടി ഞാൻ വിട്ട്. അയ്യോ താത്തിട്ട് തന്നെ ഇല്ലല്ലേ ഫുള്ള്. വണ്ടി നമ്പർ നോക്കട്ടെ. ഇത് ആ ഗ്യാപ്പിൽ വേറെ വണ്ടി പോയി. ഓക്കെ ബാ എടുക്കാം. അതെ പറഞ്ഞ അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞേ. മറ്റേ അവിടെ നിന്നല്ല കേട്ടോ, ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞേ. ഇവർ ഇപ്പോൾ കർണാടക വണ്ടീനെ അവർ വിടും. അപ്പോൾ നമ്മുടെ മുമ്പിൽ തൊട്ട് മുമ്പിലുണ്ടായ വാഗണറില്ലേ, അത് കർണാടക വണ്ടിയാണ്. അവനോട് പോയിക്കോ നീ കൈ കൊണ്ടാക്കുന്നുണ്ടല്ലേ. അതെന്താ സംഭവം? ഇനി ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൺസെഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, അറിയില്ല. എന്തെങ്കിലും കേട്ടോ 20 ഉറുപ്പിക അല്ലേ ഓട്ട് വണ്ടി ഓടിച്ചിട്ടാ. എനിക്ക് ഈ ഫോറസ്റ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള പാർട്ടി ഇതാ, നോക്കി ആ സൈഡാ. അയ്യോ റോഡ് തല്ലിപ്പൊളിയാണല്ലോ. ഈ സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ. Пешком. ഒരു സ്വപ്നം കാണും പോലെ നമ്മളിപ്പോൾ മൈസൂർ എത്തി. ഏകദേശം മൈസൂർ ടൗണിലേക്ക് കയറുന്നില്ല, മൈസൂർ ബൈപ്പാസ്. ഈ പോകുന്നത് ബൈപ്പാസാണ്, മൈസൂരിൻ്റെ പുറത്തേക്ക് കൂടി. അപ്പോൾ നമ്മൾ ഈ ബൈപ്പാസ് നേരെ പോയിട്ട് ഇത് ഏകദേശം ഒന്ന് മൈസൂരിന് റൗണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് നേരെ പോയിട്ട് ഇതിനെ ടച്ച് ചെയ്യാം, ഏതിന് നമ്മളെ എക്സ്പ്രസ് ഹൈവേക്ക് ടച്ച് ചെയ്യാം. ഇത് നല്ല സൗകര്യമാണ്. നമ്മുടെ ടൗണിൻ്റെ തെക്കും തിരക്കും നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. എക്സ്പ്രസ് ഹൈവേ കയറി മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് ഏകദേശം ഒരു 130-135 കിലോമീറ്റർ ഉണ്ടോ. അപ്പോൾ ഇത് നേരെ ഇറക്കിയിട്ട് നമ്മൾ നൈസ് റോഡ് കയറുക ചെയ്യാം. ഇതിലിപ്പം കുറച്ച് വണ്ടി ഉണ്ട്, കുറച്ചങ്ങോട്ടേക്ക് വണ്ടി കുറയായിരിക്കും ഇരിക്കാം. പിന്നെ ബാംഗ്ലൂർ എത്താനും എന്തായാലും വണ്ടി ഉണ്ടാവും. ഞായറാഴ്ചയാണ് നമ്മൾ വണ്ടീൻ്റെ സ്പീഡ് കാണിക്കുന്നുള്ള കാര്യം ഇല്ലേ. വണ്ടി ഉണ്ടയാ എന്തോ കംപ്ലൈൻ്റ് ആണ് കേട്ടോ സാധനം.
ഇത് ശരിക്കും ട്രാക്ക് 3 ട്രാക്ക്, ലെഫ്റ്റ് സൈഡ് 60, സെൻറ്റർ 80, റൈറ്റ് സൈഡ് 3. ഇവിടുത്തെ 3 ട്രാക്കാണ്. ഏകദേശം ഒരു 9,000 കോടിയുടെ ബജറ്റ് എങ്ങാനുമാണ് അല്ലേ? കഴിഞ്ഞ വർഷം, അതിൻ്റെ 10 വർഷമായിട്ട് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നരേന്ദ്രമോദി വന്ന് നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തത്. വന്നോണ്ട് ഇപ്പൊ 2 മണിക്കൂർ കൊണ്ട് എത്തുമല്ലേ ബാംഗ്ലൂർ? അതെ അതെ, ബാംഗ്ലൂർ ടു മൈസൂർ എന്ന് പറഞ്ഞ ഒരു ദൂരമല്ലാണ്ടായി. അല്ലെങ്കിൽ മൈസൂർ, അതിൽ മാണ്ഡ്യ, അത് ഇതെല്ലാം കഴിഞ്ഞ് ടൗണ്, ചിന്നപട്ടണ, മാണ്ഡ്യ, അതെല്ലാം കയറി ഇറങ്ങി എത്തുമ്പോഴത്തേക്ക് ടൈം അങ്ങ് എത്തും. അപ്പം അതില്ല. അപ്പം മൈസൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂർ എത്താൻ ഒരു ടാസ്ക് അല്ല. ബാംഗ്ലൂർ മീൻസ് ഔട്ടർ ബാംഗ്ലൂർ. പിന്നെ ബാംഗ്ലൂർ സിറ്റിയിലുള്ളത് ട്രാഫിക് എന്തായാലും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. ബൈക്കാർ പോകുന്നുണ്ട് ഇതിൽ. ബൈക്കാർ ശരിക്കും ഇതിൽ ബൈക്ക് അലൗഡ് അല്ല. ബൈക്കാർ ഇതിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു എക്സിറ്റ് ചെയ്യും. ടോള് ബൈക്കിനില്ല, എടുക്കാൻ കഴിയും. അതാ ബൈക്കിനെ പിടിച്ച് പറഞ്ഞു തീർന്നില്ല. ഒടുക്കത്തൊക്കെ ഇരുന്നാക്ക്. ഇന്ന് ഭയങ്കര ചെക്കിങ് ആണെന്നല്ലേ? നമ്മൾക്ക് ഒരു പ്രാവശ്യം ചെക്കിങ് കിട്ടി. നമ്മളീ പിടിച്ച് ബോധിപ്പിക്കെല്ലാം ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ചെക്ക് ചെയ്തു. മേ ബി സൺഡേ ആയതുകൊണ്ടായിരിക്കും, അറിയില്ല. കാരണം പരിപാടി ഉണ്ടോ അറിയില്ല എന്ന്. പക്ഷെ നല്ല ചെക്കിങ് ആണ്. പൂജാരിസ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ കണ്ടില്ല. എന്നോട് പറഞ്ഞില്ല വേണമെങ്കിൽ അവിടെ കയറാം. കിട്ടിയ അങ്ങനെ ഫസ്റ്റ് ടോൾ ഗേറ്റ് എത്തി നമ്മൾ. അയ്യോ, ഓപ്പൺ ആണ് ഗൈസ്. ആ ചെക്കൻ വിചാരിച്ചു ഓപ്പൺ ആവില്ല എന്ന് വെച്ചാൽ അടുത്തേക്ക് നടന്നു വന്നിനി. ഞാൻ ആ കൈവെക്കുന്ന കണ്ടിട്ട് നമുക്ക് 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോവാം. എന്ത് പറയുന്നത്? അടിവരെ ട്രിക്ക് ഉണ്ടോ? ചായക്കട ഈ ഗേറ്റിന്റെ പുറത്താണ്. പക്ഷെ ഇപ്പൊ പുറത്താണുള്ളത്. പുറത്തിറങ്ങിയില്ല. ആണ് ഫസ്റ്റ് ടോൾ ഗേറ്റ്. 2 ടോൾ ഗേറ്റ് അല്ല മൊത്തത്തിൽ. ഒന്ന് ബാംഗ്ലൂർ എത്താനാകുമ്പോൾ ഒന്ന് മൈസൂർ വിട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം. ഇതിൽ രണ്ടിലും, ഒന്നിൽ 130ഉം 2ൽ 150, അങ്ങനെ എങ്ങനെയോ. രണ്ടും കൂടി ഒരു 300 രൂപേൻ്റെ തായിലാണ് കട്ടാവുന്നത് ഇതിൽ നിന്നും കാറിന്. എക്സ്പ്രസ് ഇവർ ഇതാ ഞാൻ പറഞ്ഞു, ഇവരെ ഐഡിയാസ് കണ്ടോ? ഇവരെ റോഡിൻ്റെ പുറത്താണ് ആ കടയുള്ളത്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യും. നല്ലതല്ലേ? മാണ്ഡ്യ 6 കിലോമീറ്റർ. ബാക്കിൽ മാരെ ലൈറ്റ് അടിക്കണ്ടല്ല, സഹോദര മാറി തരുന്നു. നല്ല മഴയാണ് ഗൈസ്. ബാംഗ്ലൂർ എത്തണത്രേ ഇതേക്ക് നല്ല മഴ പെയ്ത്. അപ്പോൾ ആ മഴയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എക്സർസൈസ് ചെയ്യൽ. മഴയത്ത് ട്രാക്കിൽ പോയാൽ എന്തായാലും റിസ്കി ജോബാണ്. പെട്ടെന്ന് സ്ലിപ്പായി പോകുന്നുണ്ട് വണ്ടി. മെല്ലെ കൺട്രോൾ ചെയ്തൊക്കെ പോവാം.
എക്സ്പ്രസ് ഹൈവേ എക്സിറ്റ് ആവല്ല, ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എൻ്റർ ആവല്ല. ഈ സൈഡത്തെ അവസാനത്തെ മെട്രോ കാണുന്നത്, അവസാനത്തെ മെട്രോ സ്റ്റേഷൻ. അവസാനത്തെ മെട്രോ ട്രെയിൻ വരുന്നുണ്ടോ? ഇന്നത്തെ അവസാനത്തെ ട്രെയിൻ അല്ല, ഇതാണ് ആ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റേഷൻ. ഇതാ ബാംഗ്ലൂരിൻ്റെ ട്രാഫിക് നമുക്ക് കണ്ടു തുടങ്ങാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നൈസ് റോഡ് കയറും. നമുക്ക് ബന്നാർഘട്ട റോഡ് ത്രൂ ആണ് സിറ്റിയിലേക്ക് കയറേണ്ടത്. അപ്പോൾ നൈസ് റോഡ് കയറിയിട്ട് നൈസ് റോഡിൽ നിന്ന് ബന്നാർഘട്ട റോഡിലോട്ട് ഇറങ്ങും. നല്ല പെരുമഴയാണുള്ളത്. കണ്ടോ ട്രാഫിക്കും ഉണ്ടോ? സർവീസ് റോഡിൽ അതിൻ്റെ അപ്പുറത്തെ ട്രാഫിക്കാണ്. പക്ഷേ ലോങ് വീക്കെൻഡിൽ ഇതിനെക്കാണ്ടും വലിയ ട്രാഫിക് ഉണ്ടാവും. എനിക്ക് അധികം നേരം ഇത് കുറച്ച് കുറവാണ്. അഞ്ജലി 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 അഞ്ജലി. നല്ല ഹെവി ട്രാഫിക്കാണ്. ഒന്നുമില്ല, സൺഡേ ഈവനിങ് ആയതുകൊണ്ടാണ് മെയിനായിട്ട്. ചെടിക്ക് പോയ എല്ലാവരും തിരിച്ചു, നാട്ടിൽ പോയ എല്ലാവരും തിരിച്ചു വരുന്നത്. ഇത് ഏടി ഇങ്ങനെ ട്രാക്ക് മാറ്റാൻ നോക്കുന്നത് ഉണ്ടോ? 4 ട്രാക്ക് മാറ്റാൻ നോക്കി പോകുന്ന നേരത്തെ തന്നെ പോയി. അയ്യോ സോറി. നൈസ് റോഡ്. അപ്പൊ നമ്മ ഇപ്പൊ എക്സ്പ്രസ് ഹൈവേ ഇറങ്ങി കുറച്ച് ഇത്ര ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൈസ് റോഡ് കയറും. കാരണം സിറ്റീൻ്റെ ഉള്ളിലേക്കൂടെ ഇറങ്ങിയിട്ട് നമ്മളെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് നാളെയാവും. പ്രത്യേകിച്ച് സൺഡേന്റെ തിരക്ക് കൂടിയിട്ടുണ്ട്. അപ്പൊ നൈസ് റോഡ് കയറി കഴിഞ്ഞാൽ നൈസ് റോഡ് കുറച്ച് പൈസ കൊടുത്താലും കുറച്ച് പെട്ടെന്ന് എത്താം. ടോൾ തന്നെയാണ്. പക്ഷെ എന്നാലും ട്രാഫിക് കുറവാണ് കേട്ടോ. ഇത് സാധാരണ ഓരോ ലോങ് വീക്കെൻഡെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ട്രാഫിക് എന്ന് ചനങ്ങില്ല വണ്ടി ഇടുന്നൊന്നും. കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ട്രാഫിക് കുറച്ച് കുറവാണ്. ഈ നൈസ് റോഡിന്റെ ടെക്നോളജി എന്ന് വെച്ചാൽ അവർ ഇവിടുന്ന് കയറുമ്പോൾ തൊട്ടേ ഫസ്റ്റ് റീഡ് ചെയ്യും. നമുക്ക് നമ്മളെന്തോ നമ്പർ എന്തോ റീഡ് ചെയ്യും. പിന്നെ നമ്മൾ ഇറങ്ങുമ്പം അവർ കണക്ക് കൂട്ടും. കാരണം കുറേ എക്സിറ്റുകളുണ്ട് നൈസ് റോഡിന്. അപ്പോൾ എക്സിറ്റ് വെച്ച് അവർ കണക്ക് കൂട്ടും. ഇപ്പോൾ ഇവർ എത്ര ദൂരം സഞ്ചരിച്ചു ഇതിലൂടെ. എന്നിട്ട് അതിന് കണക്കായിട്ടുള്ള ടോൾ എമൗണ്ട് അവർ കട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു ബേസിക് എമൗണ്ട് കട്ട് ചെയ്യും തോന്നുന്നു. അതിന് ശേഷം നൈസ് റോഡ് എന്ന് വെച്ചാൽ ബാംഗ്ലൂരിന് ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും ചുറ്റുന്ന ഒരു റോഡാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊരു പ്രൈവറ്റ് റോഡാണ്. അതെനിക്ക് ആദ്യം എനിക്കൊരു ഡൈജസ്റ്റ് ആവാത്തൊരു സാധനമായിരുന്നു. ഇത്രയും വലിയ ഒരു റോഡ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ ഞാൻ കുറേ ആൾ ചോദിക്കും, എല്ലാവരും പറയുന്നത് പ്രൈവറ്റ് ഇത് നൈസ് റോഡ് ഒരു പ്രൈവറ്റ് റോഡ് തന്നെയാണ്, ഏതോ പ്രൈവറ്റ് വ്യക്തിൻ്റെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള റോഡ് നിയമങ്ങളൊക്കെ ഇവരുടെ നാഷണൽ ഹൈവേൻ്റെ ബാക്കിയുള്ള പോലീസുകാർക്കൊന്നും ഈ റോട്ടുമ്പോൾ ഒരു പരിധിക്കപ്പുറം റോഡൊന്നും ഇല്ലാന്ന് തോന്നുന്നു പ്രൈവറ്റ് റോഡാകുമ്പോൾ. അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഇതാണ് നൈസ് റോഡ്. നൈസ് റോഡ് കയറി നമ്മുടെ ബനാർഘട്ട റോഡിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ അവിടുന്ന് സിറ്റിയിലേക്ക് കയറും. നമ്മളങ്ങനെ നൈസ് റോഡ് കറങ്ങി ഏകദേശം ബനാർഘട്ട റോഡ് എത്തി. വലത്തോട്ട് ബനാർഘട്ട റോഡ്. നമുക്ക് അങ്ങോട്ടല്ല പോകേണ്ടത്, നമ്മൾ ബാംഗ്ലൂർ സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങും ആദ്യം ഇതുവഴി. നൈസ് റോഡിൽ നല്ല ട്രാഫിക് ആയിരുന്നു. ഇവിടെ എക്സിറ്റ് ഇവിടെ
അവിടെ ബന്നാർഘട്ട അറിയുന്നുണ്ടായിരിക്കും. ബന്നാർഘട്ട സൂ, നാഷണൽ പാർക്ക് അതൊക്കെ ഉണ്ട്. ഒരു ദിവസം പോയിട്ട് അവിടെ പോയിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ബന്നാർഘട്ട റോഡിലേക്ക് ഇറങ്ങി നമ്മൾ. അതായത് ഇത് നമ്മുടെ നൈസ് റോഡിൽ നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു ടോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറിയെന്ന് അതിൽ റെക്കോർഡായിരുന്നു. അതിന് ഈ ടോളൊന്നും കൂടി കൂട്ടിയിട്ട് പൈസ കിട്ടും. ഹെവി ട്രാഫിക് ആണല്ലോ. ശരി, അലയും പിടിച്ചാൽ മതി. ഇത് എപ്പോൾ ഉണ്ടാവും കേട്ടോ ഉള്ളിൽ. അലയും പിടിച്ചാൽ ഇലയും പിടിച്ചാൽ മതി. ഇല്ല, നമ്മളെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. നൈസ് റോഡിൽ ബൈക്കും കയറ്റി വിടും. പക്ഷെ ബൈക്കിനും ടോൾ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതല്ല നമ്മുടെ എന്താണ് നമ്മളെ ഫാസ്റ്റാഗ് അല്ല, ബൈക്കിൽ പൈസ കൊടുക്കല്ല. പൈസ കൊടുത്തിട്ട് അവരൊരു കൂപ്പൺ തരും. അത് ആ കൂപ്പൺ അവിടെ നിന്ന് എവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങുന്നത് അവിടെ കൊടുക്കണം. അപ്പോൾ അവർ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് പറയും. ഫസ്റ്റ് കയറുമ്പോൾ ഒരു പൈസ കൊടുക്കണം, പിന്നെ ഇറങ്ങുമ്പോൾ അവർ പറയും എക്സ്ട്രാ എന്തെങ്കിലും ആണെങ്കിൽ അവർ പറയും. ഓ ഷിറ്റ്, ഒരു ടോളിന് ഇത് മാറ്റിയിട്ട് ബൈക്ക് ഇപ്പുറത്തേക്ക് കൂടെ കയറ്റിയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നൈസ് റോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടുന്ന് നമ്മളെ മെയിൻ റോഡ് ബന്നാർഘട്ട മെയിൻ റോഡാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ബന്നാർഘട്ട സൂ, നാഷണൽ പാർക്ക് അതൊക്കെ. അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റി. അമ്മേ, ട്രാഫിക് കുറവ്. വലത്തോട്ടേക്ക് ആരുമില്ല. കണ്ടോ ബാംഗ്ലൂരിന് തനി സ്വഭാവം ഓരോരുത്തന്മാർ കാണിക്കുന്നുണ്ടോ ഓടിച്ചിട്ട് കയറ്റിയിട്ട്. അപ്പോൾ അവസാനം നമ്മൾ ട്രാഫിക്കിലൂടെ ഓടി റൂമിലെത്തി. എനിക്ക് കുളിച്ചിട്ടൊന്ന് പുതച്ച് ഇവിടെ നമ്മൾ കിടന്നുറങ്ങും. ഓക്കെ, ഗുഡ് നൈറ്റ്.